നമസ്കാരം. ഈ ആഴ്ചയിലെ കമ്മ്യൂണിറ്റി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ടെക്സസ് മിസൗറി സിറ്റി കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച റോബിൻ ഇലക്കാട് വിജയിയായി. ഡിസ്ട്രിക്ട് സിയിൽ നിന്നും മത്സരിച്ച റോബിൻ നിലവിലുള്ള കൗൺസിൽ മെമ്പർ ബാർബറ ഗിബ്സനെയാണ് പരാജയപ്പെടുത്തിയത്. 14,000-ഓളം വോട്ടർമാരുള്ള ഈ ഡിസ്ട്രിക്റ്റിൽ നടത്തിയ പ്രചരണങ്ങൾക്ക് ക്യാമ്പയിൻ മാനേജർ മിസസ് സൂസൻ ഹോൺസ്റ്റീൻ, ട്രഷറർ ടോബിൻ എൻഗ്ലട്ട്, ആന്റണി ടിഷ്, ഹാർവാർഡ് മോളിൻ, തോമസ് നെയ്ച്ചേറിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോട്ടയം കുറുമള്ളൂർ സ്വദേശിയായ ശ്രീ റോബിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, മിസൗറി സിറ്റി പാർക്ക് ആൻഡ് റിക്രിയേഷൻ വൈസ് ചെയർമാൻ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു വരുന്നു. ടീനയാണ് ഭാര്യ. മക്കൾ ലിയ, കേറ്റ്ലിൻ. അമേരിക്ക സന്ദർശിക്കാനെത്തിയ ഭരത് മമ്മൂട്ടിയും കൈരളി TV USA മാനേജിംഗ് ഡയറക്ടർ സുഗു നായരും ഡെൻവറിൽ നടന്ന ഇന്റർനാഷണൽ ചാനൽ കോൺഫറൻസിൽ പങ്കെടുത്തു. കൂടാതെ ഡിഷ് നെറ്റ്വർക്കിന്റെ വയോമിങ്ങിലുള്ള അപ്ലിങ്ക് ആൻഡ് ഡൗൺലിങ്ക് സെന്റർ സന്ദർശിക്കുകയും ചെയ്തു. കൈരളി TVയുടെ മറ്റ് ചാനലുകളായ വി, പീപ്പിൾ എന്നിവ ഉൾപ്പെടുത്തി അമേരിക്കയിൽ പുതിയ പാക്കേജ് കൊണ്ടുവരുന്നതിനുള്ള തീരുമാനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. ഇന്ത്യൻ കോൺസുലേറ്റിൽ കോൺസുലർ PS ശശികുമാറിന്റെ യാത്രയയപ്പിനോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ ഫൊക്കാനയുടെ നേതൃത്വത്തിൽ നൃത്തസന്ധ്യ നടത്തപ്പെട്ടു. പ്രശസ്ത നർത്തകി പത്മശ്രീ ശിവാജി വിജയലക്ഷ്മിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ നൃത്തസന്ധ്യ. ഫൊക്കാന നടത്തുന്ന പ്രവർത്തനങ്ങളെ, പ്രത്യേകിച്ച് OCI കാർഡ് രജിസ്ട്രേഷൻ ശ്രമങ്ങളെ കോൺസുലർ ജനറൽ പ്രഭുദയാൽ തന്റെ പ്രസംഗത്തിൽ അഭിനന്ദിച്ചു. ഫൊക്കാന പ്രസിഡന്റ് പോൾ കറുകപ്പള്ളിൽ കോൺസുലർ ജനറൽ പ്രഭുദയാൽ മലയാളി സമൂഹത്തിന് നൽകി വരുന്ന സേവനങ്ങളെ ആദരിച്ച് പ്രശംസാഫലകം നൽകി. ശ്രീമതി ലീല മാരേറ്റ് ആശംസാ പ്രസംഗം നടത്തി. കൂടാതെ ഫൊക്കാനയുടെ നിരവധി നേതാക്കളും വിവിധ സംഘടനാ പ്രതിനിധികളും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. നോർത്ത് ഈസ്റ്റ് അമേരിക്കയിലെ മലയാളി എഞ്ചിനീയർമാരുടെ സംഘടനയായ KEANA പ്രവർത്തനോദ്ഘാടനം ന്യൂയോർക്കിലെ സഫേണിലുള്ള ഹോളിഡേ ഇൻ ഹോട്ടലിൽ വെച്ച് ഇന്ത്യൻ കോൺസുലർ ജനറൽ പ്രഭുദയാൽ നിർവഹിക്കുന്നതാണെന്ന് PRO കോശി പ്രകാശ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് സംഘടനയുടെ വെബ്സൈറ്റായ keanusa.org സന്ദർശിക്കുക. ഫിലാഡൽഫിയയിലെ പ്രമുഖ മലയാളി സംഘടനയായ മാപ്പിന്റെ 30ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. മുഖ്യ അതിഥിയായിരുന്ന അറ്റോർണി ബ്രയൻ റോഡൻ മാപ്പിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു. Profit from the raffle we are using probably for the benefit of association and its charity activities. To recognize and honor one of our member tonight, I would like to introduce to you Mr. George M. Matthew. Joseph E. Abraham, and request him to accept this token of appreciation from our association. Finally, thanks for all of you for your kind support and presence. ജ്ഞാനായ യാക്കോബ സഭയുടെ നോർത്ത് അമേരിക്ക, യൂറോപ്പ് ഭദ്രാസനങ്ങളുടെ ആർച്ച് ബിഷപ്പും മെത്രാപ്പോലീത്തയുമായി ആയൂബ് മാർ സിൽവാനോസ് നിയമിതനായി. നിരവധി രാജ്യാന്തര സെമിനാറുകളിൽ സഭാചരിത്രം, ആചാരാനുഷ്ഠാനങ്ങൾ എന്നീ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള മാർ സിൽവാനോസ് ഓക്സ്ഫോർഡ്, എഡിൻബർഗ് തുടങ്ങിയ സർവകലാശാലകളിൽ നിന്നും ദൈവശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദങ്ങൾ നേടിയിട്ടുണ്ട്. ഹ്യൂസ്റ്റൺ മലയാളം സൊസൈറ്റി ഓഫ് അമേരിക്ക ഗാന്ധിമാർഗം എന്ന വിഷയത്തെ ആസ്പദമാക്കി സിംപോസിയം നടത്തി. സൊസൈറ്റി പ്രസിഡന്റ് ജോർജ് മണിക്കരോട്ടിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം പ്രസിദ്ധ ഗാന്ധിയനും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മുൻ പ്രൊഫസറുമായ ഡോക്ടർ MP മത്തായി ഉദ്ഘാടനം ചെയ്തു. ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ റെസ്റ്റോറന്റിൽ വെച്ച് നടന്ന ഈ സെമിനാറിൽ സോമി മത്തായി, ജോൺ കുന്നത്ത്, പോൾ യോഹന്നാൻ, ഈശോ ജേക്കബ്, TL സാമുവൽ, AC ജോർജ് തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. 2010 ജൂലൈയിൽ ലാസ് വേഗസിൽ നടക്കുന്ന ഫോമയുടെ അന്തർദേശീയ കൺവെൻഷൻ ചെയർമാനായി മുൻ ഫൊക്കാന പ്രസിഡന്റ് കളത്തിൽ പാപ്പച്ചനെ തിരഞ്ഞെടുത്തു. മലയാളി അസോസിയേഷൻ ഓഫ് നോർത്തേൺ കാലിഫോർണിയ മുൻ പ്രസിഡന്റ്, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ്, ഫൊക്കാന ഫൗണ്ടേഷൻ മുൻ ചെയർമാൻ തുടങ്ങി നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഇദ്ദേഹത്തെ ഏപ്രിൽ 25-ാം തീയതി നടന്ന ഫോമയുടെ നാഷണൽ കമ്മിറ്റിയാണ് ഏകകണ്ഠേന തിരഞ്ഞെടുത്തത്. കേരളത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഓക്ലഹോമ ഹിന്ദു മിഷൻ പ്രസിഡന്റ് ശ്രീ രാജൻ പുത്തൻപുരയ്ക്കലിന് യാത്രയയപ്പ് നൽകി. എല്ലാ മാസവും ഹിന്ദു മിഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഭജനയ്ക്ക് ശേഷം നടന്ന യോഗത്തിൽ സെക്രട്ടറി ജയപ്രകാശ് നാരായണൻ പ്രസിഡന്റിന് ഉപഹാരം നൽകി ആദരിച്ചു. കൂടാതെ വൈസ് പ്രസിഡന്റ് ഗോപകുമാർ, നവീൻ നായർ, അനിൽ പിള്ള,
അജേഷ് അച്യുതൻ, മോഹൻ നാരായണൻ, കൃഷ്ണൻ നായർ, ശങ്കരൻകുട്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കൂടാതെ ഓക്ലഹോമ ഹിന്ദു മിഷന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനവും നടത്തപ്പെട്ടു. ഫിലഡൽഫിയ ബെൻസേലത്ത് പുതുതായി നിർമ്മിച്ച സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയുടെ കൂദാശാകർമ്മം മെയ് 22-23 തീയതികളിൽ നടത്തപ്പെടുന്നു. വികാരി റവറൻഡ് ഫാദർ കെ മത്തായി കോർ എപ്പിസ്കോപ്പ, സെക്രട്ടറി പോൾ സി മത്തായി, ട്രഷറർ തോമസ് ജോസഫ്, മീഡിയ കോർഡിനേറ്റർ രാജു വർഗീസ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത് പരിപാടികൾ വിശദീകരിച്ചു. ഫിലഡൽഫിയ ഇന്ത്യ പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോബി ജോർജ്, കേരള എക്സ്പ്രസ് പ്രതിനിധി വിൻസെന്റ് ഇമാനുവൽ, മലയാളം വാർത്താ പബ്ലിഷർ എബ്രഹാം മാത്യു, ജിജി കോശി, കൈരളി TV എന്നിവർ പങ്കെടുത്തു. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് സെന്റ് ഗീറോസ് മലങ്കര ഓർത്തഡോക്സ് ചർച്ചിന്റെ കോൺസെക്രേഷന്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്കൂടെ അറിയിക്കാനും സെന്റ് ഗ്രിഗോറിയോസ് മലങ്കര ഓർത്തഡോക്സ് ചർച്ച് ഫിലഡൽഫിയ 1976 തുടങ്ങിയ ഒരു ഇടവകയാണ്. പെരുറവൻ കേമത്തായി കോർ എപ്പിസ്കോപ്പയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പൗരസ്ത്യ സുറിയാനി സഭയിലെ ദേവാലയങ്ങളുടെ വാസ്തുശില്പ കലകളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു മനോഹര ദേവാലയം പണിയണമെന്നുള്ളത് വികാരിയുടെയും ഇടവജനങ്ങളുടെയും ഒരു ദീർഘകാല സ്വപ്നമായിരുന്നു. ഇടവജനങ്ങളുടെ ഉദാരമായ ധനസഹായത്താലും സഹകരണത്താലും സഹോദരി ഇടവകളുടെയും സഭാംഗങ്ങളുടെയും സഹായത്താലും പുതിയ ദേവാലയം പണി പൂർത്തിയായി. $3.5 ബില്യൺ ചെലവാക്കി പണിതിരിക്കുന്ന പുതിയ പള്ളിയുടെ കൂദാശയും തിരുശേഷിപ്പ് പ്രതിഷ്ഠാ കർമ്മവും ഇടവ മെത്രാപ്പോലീത്ത മാത്യൂസ് മാർ ബർന്നവാസ് മെത്രാപ്പോലീത്തയുടെ പ്രധാന കാർമ്മികത്വത്തിലും മറ്റ് മെത്രാപ്പോലീത്തന്മാരുടെ സാന്നിധ്യത്തിലും മെയ് മാസം 22-23 തീയതികളിലാണ് ആ പ്രതിഷ്ഠാ കർമ്മം. ദേവാലയ നിർമ്മിതിക്ക് ആവശ്യമായ ഫണ്ട് ശേഖരണത്തോടനുബന്ധിച്ച് നടത്തിയ റാഫിലിന്റെ നറുക്കെടുപ്പും അന്നേ ദിവസം നടത്തുന്നതാണ്. ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട പള്ളികളിൽ പണിതിരിക്കുന്ന ദേവാലയങ്ങളിൽ ഏറ്റവും വലിയ ദേവാലയം സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയാണ്. എത്ര അംഗങ്ങൾ ഈ ഇടവകയിൽ പ്രവർത്തിക്കും? ഇപ്പം 103 മെമ്പേഴ്സ് ഉണ്ട്, സബ്സ്ക്രൈബിംഗ് മെമ്പേഴ്സ്. അത് കൂടാതെ ഞങ്ങൾക്ക് റെഗുലറായിട്ട് വിസിറ്റിംഗ് ആയിട്ട് ഫാമിലീസ് ഉണ്ട്. ഈ കോൺസെൻട്രേഷനിൽ ചീഫ് ഗസ്റ്റായിട്ട് ആരാണ് പങ്കെടുക്കുന്നത്? മാത്യൂസ് മാർ ബർന്നവാസ് മെത്രാപ്പോലീത്ത. അദ്ദേഹത്തെ കൂടാതെ മറ്റ് ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? കണ്ടനാട് വെസ്റ്റ് ഇടവകയുടെ മെത്രാപ്പോലീത്ത മാത്യൂസ് മാർ സെവേറിയസ്, അതുപോലെ തന്നെ തൃശ്ശൂർ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലീത്ത യൂഹാനോൻ മാർ മെത്യൂസ്, പിന്നീട് നമ്മുടെ മെത്രാപ്പോലീത്ത സക്കറിയ മാർ നിക്കോളാസ് ഇങ്ങനെ അദ്ദേഹവും ഉണ്ടായിരുന്നു. മറ്റ് സിറ്റി ഒഫീഷ്യൽസ് ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ? City officials ആയിട്ട് ബെൻസേലത്തെ മേയർ accepted our invitation. മേയർ നട്ടറിൽ നിന്ന് ഞങ്ങൾക്കൊരു മെസ്സേജ് ഗവർണറെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഗവർണർ ഇന്ത്യൻ അംബാസഡർ മീര ശങ്കർ. Part 2 starts around 7 to 7:30 on Saturday morning. 23 രാവിലെ ആ പാർട്ടിലേക്ക് ഞങ്ങൾ ഒരു 600-800 വരെ ആൾക്കാരെ എക്സ്പെക്ട് ചെയ്യുന്നു. 23rd. 3 ദിവസം കൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ 6:30 മണി, വൈകിട്ട് 6:30 മണി മുതൽ പ്രാർത്ഥനയും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ എല്ലാ സൺഡേയിലും അദ്ദേഹത്തിൻ്റെ വിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നാമത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട്. വെള്ളിയാഴ്ച പകൽ സമയത്ത് പബ്ലിക്കിന് വേണ്ടി വന്ന് പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും സൗകര്യവും ചെയ്തു കൊടുക്കാനും വേണ്ടി ശ്രമിക്കുന്നു. അവരുടെ ചാർട്ടിനെ ക്ഷണിച്ച സെന്റ് ഗ്രിഗോറിയോസ് പള്ളി വികാരി സെക്രട്ടറി ട്രഷറർ മീഡിയ കോർഡിനേറ്റർ രാജു വർഗീസ് എല്ലാവരോടുള്ള പരസ്പരം നന്ദി അറിയിക്കുന്നു. ഷിക്കാഗോ ഗീതാമണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ വിഷു ആഘോഷങ്ങൾ ഡസ് പ്ലെയിൻസിലുള്ള അപ്പോളോ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ശ്രീ ഗോപാലകൃഷ്ണന്റെയും രാജപ്പൻ കുറ്റനാലിന്റെയും നേതൃത്വത്തിൽ ഭജനയും രാജമ്മ ഗോപാലകൃഷ്ണൻ വിഷുക്കണിയും നൽകി. കമ്മ്യൂണിറ്റി ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.